ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ് എന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങും അതേപോലെ തന്നെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം, സപ്പോർട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു പഴയ ഒരു പർദ്ദയാണ് കേട്ടോ. നമ്മൾ കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം പഴയ ഒരു പർദ്ദ വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ ഒരു വെസ്റ്റേൺ ടൈപ്പിലുള്ള ഒരു അടിപൊളി ഐഡിയാസുമായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കേട്ടോ കാണിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഇത്തരത്തിൽ കുറച്ചൊരു ചെറിയ വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പർദ്ദയാണ്. പക്ഷേ അത് ഞാൻ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുന്ന രീതി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഇത് പർദ്ദ എന്ന് പറയുമ്പോൾ 50 മീറ്റർ വരുന്ന ഒരു പർദ്ദയാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ലെങ്തും കാര്യങ്ങളും നമ്മൾ മാർക്ക് ചെയ്യുക. നമുക്ക് എത്ര കണ്ട് കയറ്റിയിട്ട് വെട്ടണം എന്നുള്ള അതിനനുസരിച്ച് നമുക്ക് വെട്ടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ഒരു ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രം നമ്മൾ വിരിച്ചിട്ടതിൻ്റെ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് കേട്ടോ. ആ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ബാക്ക് പോർഷന് സ്ട്രൈറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിലുള്ള ഭാഗം നമ്മൾ ഇതേപോലെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്യുന്ന സമയത്ത് ഇതേ എൻഡിലേക്ക് ആക്കണ്ട, നമ്മൾ കുറച്ച് വീതിയിൽ തന്നെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. പിന്നെ ഇതൊരു കോട്ട് വരുന്ന ടൈപ്പ് ആയതുകൊണ്ട് തന്നെ കോട്ടും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു 50 ഇഞ്ച് വരുന്ന പർദ്ദയാണ്. അതിൽ 19 ഇഞ്ചിന് ഞാൻ മാർക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ആ കോട്ടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ അതേപോലെ തന്നെ ഈ ഒരു ഷേപ്പിൽ ഞാൻ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ. ഇതേപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ട് അത് അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ തുറക്കുന്ന ഭാഗത്തുനിന്ന് ഉള്ളിലേക്കായിട്ട് കുറച്ചൊരു വീതി ചുരുങ്ങിയ രീതിയിൽ താഴത്തേക്ക് എൻഡിലേക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കാനായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ കട്ട് ചെയ്ത പോർഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മടിക്കിങ്ങാണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മൾ വെട്ടിയിട്ടുള്ള ആ കരഭാഗത്ത് കുറച്ച് വർക്ക് കാര്യങ്ങളില്ലേ, അതിന് ഞാനൊരു 8 മീറ്റർ വീതി വെച്ചിട്ട് ഞാൻ എന്താക്കാണ് ജസ്റ്റ് ഒന്ന് പോക്കറ്റ് മാതിരി വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത്ര തന്നെ ലെങ്ത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം കട്ട് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടെ. ഞാൻ ഇവിടെ നിന്ന് ഒരു 5-8 ഇഞ്ചിൽ ഞാൻ കുറച്ചും കൂടി ഒന്ന് കയറ്റി വെട്ടി കൊടുക്കാം കേട്ടോ. അത്രയും ഇറക്കം വേണ്ട, ഒരു ഗൗൺ ലുക്ക് വേണ്ട, ടോപ്പ് ലുക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവിടെ കട്ട് ചെയ്യലും കാര്യമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ കോട്ടിൻ്റെ ഫ്രണ്ടിലേക്കായിട്ട് ഒരു പോക്കറ്റ് മോഡലൊരു കട്ട് പീസ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ ഈ കട്ട് പീസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വീതിയും വലുപ്പത്തിൽ ഒരു 8 ഇഞ്ച് അങ്ങനെ വീതി വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ കോട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കായിട്ട് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് അതിലേക്ക് നമ്മൾ ആ കോട്ടിൻ്റെ ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാണ്ട് ജസ്റ്റ് ഒന്ന് കരം മടക്കിയിട്ട് നമുക്കിത് പോക്കറ്റ് ആയിട്ടും വെക്കാം, അല്ലെങ്കിൽ 4 ഭാഗവും നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഞാൻ 4 ഭാഗവും അടിച്ചെടുക്കുകയാണ്. ആ ഒരു സൈഡിൽ നമുക്ക് പോക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് 4 ഭാഗവും കവറായിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ അടിപൊളി ഒരു പർദ്ദ കൊണ്ട് നമുക്ക് അടിപൊളി വെസ്റ്റേൺ ടൈപ്പിലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്യാൻ മറക്കണ്ട, അല്ലെങ്കിൽ ഒരു ഇഷ്ടമായി എന്നെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പം എന്നാലേ എനിക്ക് അറിയുള്ളൂ നിങ്ങളുടെയൊക്കെ അഭിപ്രായം കാര്യങ്ങളൊക്കെ. അപ്പം എന്തായാലും ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.